ഹായ് ഓൾ, എല്ലാവർക്കും സീൻ ബൈ സീൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 5ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ടേയോട് അവൾക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ അവളെ അവിടെയുള്ളൊരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നത് കാണിച്ചുകൊണ്ടാണ്. ക്യാഷ് കൊടുക്കാൻ വേണ്ടി പേഴ്സ് എടുക്കുന്ന നേരത്താണ് പേഴ്സ് എടുക്കാൻ മറന്ന കാര്യം അവന് ഓർമ്മ വരുന്നത്. യങ്ങിൻ്റെ വീട് ഒരുപാട് ദൂരത്തായതുകൊണ്ട് തന്നെ ടേക്ക് അവളെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരുവാണ്. വീട്ടിലെത്തുന്ന ടേ അവൾക്ക് തോർത്തൊക്കെ കൊടുത്ത് അവളോടൊന്ന് ഫ്രഷായി വരാൻ പറയുന്നുണ്ട്. ചേട്ടൻ്റെ ഡ്രസ്സ് അവളെ തൂങ്ങിക്കിടക്കുന്നത് കാണുന്ന യങ്, എനിക്ക് ദിനോസറുകളെ ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് നിന്റെ ഡ്രസ്സ് തന്നാൽ മതിയെന്ന് പറയുമ്പോൾ ടേ അവൾക്ക് അവൻ്റെ ക്ലോത്ത്സ് എടുത്ത് കൊടുക്കുവാണ്. അവൾ അവിടേക്ക് ഒന്ന് കണ്ണോടിച്ച് നിന്റെ ചേട്ടൻ എവിടെയെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. താഴത്തെ നിലയിലുണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ അവനെ ഇങ്ങോട്ട് വിളിക്കേണ്ട എന്നാണ് യങ് പറയുന്നത്. ടേ ഇത് കേൾക്കുന്നതും, അല്ലെങ്കിൽ ചേട്ടനെ ഞാൻ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നില്ല, നീ എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് വരുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇനി ചേട്ടനെ കാണാൻ ശ്രമിക്കരുതെന്നൊക്കെ അവളോട് പറയുമ്പോൾ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് യങ് ചോദിക്കുമ്പോൾ നീ എങ്ങനെ വേണമെങ്കിലും എടുത്തോ, എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് അവൻ അവളോട് പറയുവാണ്. കൂടാതെ നീ നിന്റെ പുസ്തകത്തിൽ എഴുതുന്ന പോലെ യാതൊരു ഇമോഷൻസും ഇല്ലാത്തൊരു പെൺകുട്ടിയൊന്നുമല്ല. നിന്റെ പുസ്തകത്തിലെ ഓരോ ക്യാരക്ടേഴ്സും ആഗ്രഹിക്കുന്നത് അവരെ ആരെങ്കിലും ഒന്ന് സ്നേഹിക്കണമെന്നാണ്, അതല്ലേ നിന്റെ പുസ്തകത്തിലുള്ള മീനിങ് എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ യങ് അതൊന്നും സമ്മതിക്കുന്നില്ല. നിനക്കിപ്പോഴും അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണെന്ന് മനസ്സിലായില്ല, സ്നേഹത്തിനാണ് പോലും മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് ബാത്റൂമിലേക്ക് പോവുകയാണ്. ചേട്ടൻ ഇപ്പോഴും ദേഷ്യപ്പെട്ട സങ്കടത്തിലിരിക്കുവാണ്. അവനെന്താ എന്നെ ഇഷ്ടമല്ലാത്തത്, എന്തിനാ എന്നെ ഇങ്ങനെ വെറുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ഒരു ചുമരിൽ തല വെച്ചിരിക്കുകയാണ് ചേട്ടൻ. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നട്ടെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഇനി അങ്ങനെയൊന്നും പറയില്ല, സോറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചേട്ടൻ അവനോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. അവസാനം ടേ അവനെ അടി കിട്ടിയ കാര്യമൊക്കെ പറയുമ്പോൾ ദേഷ്യമൊക്കെ മറന്ന് ചേട്ടൻ അവനോട് സംസാരിക്കുകയാണ്. ടേ അവിടെ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി അവനെ കാത്തിരിക്കുകയാണ് യൂറിയുടെ അമ്മയും ജേസുവും. മുകളിൽ യങ് വിശന്നിരിക്കുകയാണല്ലോ. അവൾ അവിടെയുള്ളതാകട്ടെ അവിടെ ആർക്കും അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റൂമിൽ പോയി ഇരുന്ന് കഴിച്ചേക്കാം എന്ന് പറഞ്ഞ് അവൻ ഫുഡ് മുകളിലേക്ക് കൊണ്ടുപോയി യങ്ങിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവളാണെങ്കിൽ അത് നന്നായി ആസ്വദിക്കുന്നുമുണ്ട്. അവിടെ നിന്ന് മാറിയാൽ ഹോസ്പിറ്റലിൽ ഒരു രൂപം ഒരു പാട്ടും മൂളിക്കൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായാണ് കാണിക്കുന്നത്. അത് യങ്ങിൻ്റെ അച്ഛൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുവാണ്. ശബ്ദം കേട്ട് അവിടുത്തെ മറ്റ് രോഗികളെല്ലാം ഉണരുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അത് അപ്രത്യക്ഷമാവുകയാണ്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ടേ യങ്ങിനോട് വീട്ടിൽ പോകാൻ പറയുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. അവസാനം അവൻ ജേസുവിനെ വിളിച്ച്, എടാ ഇവിടുത്തെ പൈപ്പ് പൊട്ടിയിരിക്കുകയാണ്, ആകെ മൊത്തം വെള്ളമാണ്, നിനക്കുന്ന ചേട്ടനെ നിന്റെ കൂടെ തന്നെ നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ജേസു അതിന് സമ്മതിക്കുവാണ്. ഇത് കേൾക്കുന്ന യങ്ങിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഉറങ്ങുന്നതിനിടയിൽ യങ് ടേയോട് നീ എന്തിനാ ഒരു കെയർ ഗീവർ ആയതെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണെന്നാണ് അവൻ അതിന് അവളോട് മറുപടി പറയുന്നത്. ചേട്ടൻ എപ്പോഴും എൻ്റെ എക്സ്പ്രഷൻസ് നോക്കിയാണ് എന്നെ മനസ്സിലാക്കാറ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴും അങ്ങേയറ്റം തകർന്നിരിക്കുമ്പോഴും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനൊന്ന് ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണെന്നേ ചേട്ടൻ വിചാരിക്കും. അഭിനയമാണെങ്കിലും അതത്ര പണിയുള്ള കാര്യമൊന്നുമല്ല എന്നവൻ പറയുമ്പോൾ, എന്നാൽ എന്നെ നോക്കിയും ഒന്ന് ചിരിച്ചേക്ക്, അതത്ര പണിയുള്ള കാര്യമൊന്നുമല്ല എന്നല്ലേ നീ പറഞ്ഞതെന്ന് അവൾ പറയുമ്പോൾ കിടന്നുറങ്ങാൻ നോക്കെന്ന് പറഞ്ഞ് അവൻ കിടന്നുറങ്ങുവാണ്. എന്നാൽ എന്നെ അവനെ വിടാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ നിനക്കിഷ്ടപ്പെട്ട ആ പെണ്ണിൻ്റെ കാര്യമോ, എൻ്റെ കണ്ണ് കണ്ടപ്പോൾ അവളെ ഓർമ്മ വന്നെന്ന് പറഞ്ഞില്ലേ, അവളെക്കുറിച്ച് നീ ഇപ്പോഴും ചിന്തിക്കാറുണ്ടോ, അവളെ നിനക്ക് മിസ് ചെയ്യാറുണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ ഇല്ല, അവളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറേ ഇല്ല, അവളെ മറക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് നീ അവളോട് പറയുന്നത്. നിനക്കങ്ങനെ തോന്നാമെന്നുണ്ടെങ്കിൽ അവളൊരു മോശം പെണ്ണ് തന്നെയാണല്ലോ എന്ന് യങ് പറയുമ്പോൾ അല്ല, നേരെ മറിച്ചാണ്, ഞാനാണ് അവളോട് മോശമായി പെരുമാറിയതെന്നാണ് അവൻ പറയുന്നത്. അവൾ എൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്, എന്നാൽ ഞാനാകട്ടെ അവളുടെ അടുത്തു നിന്നും ഓടി ഒളിക്കുകയാണ് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എല്ലാത്തിൽ നിന്നും ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ടീ അവളോട് പറയുന്നത്. അവിടെ നിന്ന് മാറിയാൽ അടുത്ത സീനിൽ യൂറി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നതാണ് കാണിക്കുന്നത്. ടേക്കുള്ള പാല് കൊടുക്കാൻ വേണ്ടി മുകളിലോട്ട് കയറുമ്പോഴാണ് അവൾ അവിടെ യങ്ങിനെ കാണുന്നത്. നീ എന്താ ഇവിടെയെന്ന് അവൾ ചോദിക്കുമ്പോൾ ഹോ അതോ, ഞാൻ ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയതെന്ന് യങ് അവളോട് പറയുവാണ്. നീ എന്താ ഇവിടെയെന്ന് യങ് അവളോട് തിരിച്ചു ചോദിക്കുമ്പോൾ ഇതെൻ്റെ വീടാണെന്ന് യൂറി പറയുന്നത് കേട്ട് യങ്ങിന് ദേഷ്യം വരുവാണ്. അപ്പോൾ നീയാണല്ലേ അവനെ വീണ്ടും സോജൻ സിറ്റിയിലേക്ക് കൊണ്ടുവന്നത്, നിനക്കെന്താ അവന് ഇഷ്ടമാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ
അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ലെന്ന് യൂറി പറയുന്നുണ്ടെങ്കിലും എങ്ങനെ മനസ്സിലാവുന്നുണ്ട് യൂറിക്ക് ടേ ഇഷ്ടമാണെന്ന്. നീ അവനെ നോക്കി അധികം വെള്ളമൊന്നും ഇറക്കേണ്ട, അവൻ എന്റെയാണെന്ന് എങ്ങ് പറയുമ്പോൾ അതെന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടത് മൊത്തം നിന്റെ തന്നെ ആവണമെന്ന് നിർബന്ധമുണ്ടോ? നിനക്കിഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് വേണമെന്ന് തോന്നും, എന്നിട്ട് അതിനോടുള്ള ഇഷ്ടം പോകുമ്പോൾ നീ തന്നെ അത് വലിച്ചെറിയും. അത് നിന്റെ വെറും അത്യാഗ്രഹം മാത്രമാണ്, അല്ലാതെ പ്രണയമൊന്നുമല്ല എന്ന് യൂറി അവളോട് പറയുന്നത് കേൾക്കുമ്പോൾ എങ്ങ് ചിരിക്കുവാണ്. നിനക്ക് ആളുകളുടെ മുന്നിൽ രണ്ട് മുഖമാണ്. അവരോട് ചിരിച്ച് സംസാരിച്ചിട്ട് അവരൊന്നും മാറിയാൽ അടുത്ത സെക്കൻഡിൽ അവരെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങും. നിന്റെ ആ സ്വഭാവം കൊണ്ട് തന്നെയാണ് നിനക്ക് സ്കൂളിൽ അധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാകാതിരുന്നത്. ഇപ്പൊ മനസ്സിലായില്ല എന്നവൾ പറയുമ്പോൾ ദേഷ്യം വരുന്ന യൂറി അവളുടെ ചെകിട്ടിന് നോക്കി ഒന്ന് കൊടുക്കുവാണ്. എങ്ങ് തിരിച്ച് അവളുടെ മുടി പിടിച്ച് വലിക്കുന്നുണ്ട്. അതോടെ അതൊരു അടിപിടിയാവുകയാണ്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ടേ എങ്ങിനോട് യൂറിയെ വിടാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോഴേക്കും ജയസുവും യൂറിയുടെ അമ്മയും അവൻ്റെ ചേട്ടനും കൂടി അങ്ങോട്ട് എത്തുന്നുണ്ട്. ടേ അപ്പോൾ തന്നെ എങ്ങനെ അവിടെ നിന്നും പറഞ്ഞയക്കുവാണ്. ഞാനല്ല അവളെ എന്നെ അടിച്ചത്, നീ എന്താ അവളുടെ പക്ഷം പിടിക്കുന്നത്? ഈ വീട്ടിൽ നീ ഇനി നിൽക്കണ്ട, എൻ്റെ കൂടെ വന്നേക്കെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും ടേ അതൊന്നും കേൾക്കുന്നില്ല. നീ എന്നോട് കാണിച്ച സഹതാപത്തിന് പകരമായി ഇത് വെച്ചോ എന്നും പറഞ്ഞ് ടാക്സിക്കുള്ള ക്യാഷും കൊടുത്ത് അവൻ അവളെ അവിടെ നിന്നും പറഞ്ഞയക്കുവാണ്. ടേയുടെ ചേട്ടനാകട്ടെ അവിടെയുള്ള എല്ലാ പൈപ്പും ചെക്ക് ചെയ്യുവാണ്. പൈപ്പ് പൊട്ടിയെന്നാണല്ലോ ടേ ഇന്നലെ അവരോടൊക്കെ പറഞ്ഞത്. അത് ശരിയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ ഇപ്പോൾ അവിടെയുള്ള പൈപ്പൊക്കെ നോക്കുന്നത്. അത് നുണയായിരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഒന്നും മിണ്ടാതെ അവിടെയുള്ള ടിവിയുടെ മുന്നിൽ പോയി ഇരിക്കുവാണ് ചേട്ടൻ. ഇത്തവണത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് ടേ ചേട്ടനോട് കൈ കൂപ്പുന്നുണ്ട്. എന്നാൽ എങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിനായിരുന്നില്ല ചേട്ടൻ്റെ ദേഷ്യം. ചേട്ടൻ്റെ ഡ്രസ്സ് കൊടുക്കാതെ പകരം എങ്ങനെ ടേയുടെ ഡ്രസ്സ് കൊടുത്തതിനായിരുന്നു ചേട്ടൻ അവനോട് മിണ്ടാതെ നിൽക്കുന്നത്. എൻ്റെ അടുത്തും ഒരുപാട് വില കൂടിയ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ നീ എന്താ എൻ്റേത് കൊടുക്കാതിരുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് ചേട്ടൻ സങ്കടപ്പെടുന്നത്. അടുത്ത തവണ വരുമ്പോൾ ചേട്ടൻ്റേത് കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് ടേ ചേട്ടനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എങ്ങനെത്തെ അവളോട് മാത്രമായി ദേഷ്യപ്പെട്ടതിലാണ് സങ്കടമെങ്കിൽ യൂറിക്ക് അവളോട് ദേഷ്യപ്പെടാതിരുന്നതിലാണ് സങ്കടം. അവനെപ്പോഴും എന്നോട് നല്ല പോലെ മാത്രമേ സംസാരിക്കൂ, അവളോടാണെങ്കിലും കാഷ്വൽ ആയിട്ടാണ് സംസാരിക്കാറ്. അവളിട്ട ഡ്രസ്സ് പോലും ഞങ്ങൾ രണ്ടുപേരും കൂടി വാങ്ങിയതാണ്. അത് അവൾക്ക് കൊടുക്കാൻ അവൻ എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവൾ കരയുവാണ്. നീ എന്തിനാ അവനെ മനസ്സിലും വെച്ച് നടക്കുന്നത്? അവനോടങ്ങ് പറഞ്ഞൂടെ? അവൻ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ നീ വീണ്ടും വീണ്ടും ശ്രമിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞ് അവളുടെ അമ്മ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയം മാനേജർ ലീയുടെ ഓഫീസിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങന്ന് തള്ളിയിട്ട ആ പത്രക്കാരൻ അയാളുടെ പെൻ ക്യാമറയിൽ അവിടെ നടന്നതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളെ കുത്താൻ നോക്കിയതും തള്ളിയിട്ടതെല്ലാം ആ ഒരു വീഡിയോയിലുണ്ട്. ആ വീഡിയോയിൽ വെച്ച് അയാൾ മാനേജർ ലീയെ ഭീഷണിപ്പെടുത്തുവാണ്. ഒരു വലിയ തുക കോമ്പൻസേഷൻ ആയിട്ട് അയാൾ ആവശ്യപ്പെടുന്നുമുണ്ട്. ഇതും കൂടിയാകുമ്പോൾ മാനേജർ ലീയുടെ സമാധാനം കൂടി പോവുകയാണ്. അവിടെ നിന്ന് മാറിയാൽ അടുത്ത സീനിൽ ടേയും ജേസുവും കൂടി ബിയർ അടിക്കുന്നതാണ് കാണിക്കുന്നത്. എങ്ങ് ഭയങ്കര ഡേഞ്ചറാണ്. അവളുടെ അടുത്തു നിന്നും എത്ര ദൂരത്തേക്ക് നിനക്ക് മാറി നിൽക്കാൻ പറ്റുമോ അത്രയും ദൂരത്തേക്ക് മാറി നിൽക്കുന്നതാവും നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നിന്റെ കയ്യിൽ വീണ കത്തി അടുത്തത് വീഴാൻ പോകുന്നത് നിന്റെ കഴുത്തിലാവും എന്നൊക്കെ ജേസു അവനോട് പറയുന്നുണ്ട്. പക്ഷേ അവളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഞാനെല്ലാം മറക്കുവാടാ. എൻ്റെ വേദനകളും ബട്ടർഫ്ലൈസിനെ കുറിച്ചും എന്തിന് എൻ്റെ ചേട്ടനെ കുറിച്ച് പോലും ഞാൻ മറന്നു പോകുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ അടുത്ത് നിന്നും പറ്റുന്നത്രയും അകന്നു നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ തന്നെ ആകെ മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്വയം മറക്കുന്ന സമയത്ത് നീ എന്നെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് അവൻ ജേസുവിനോട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവരെ പോലെ ലൈഫ് നന്നായി എൻജോയ് ചെയ്യണമെന്നെല്ലാം ടേക്കുണ്ട്. പക്ഷെ ചെറിയ പ്രായത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ പെട്ടുപോയതിനാൽ അവൻ അതിന് കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഇപ്പോഴും അവൻ അതിന് കഴിയുന്നില്ല എന്നതാണ് സത്യം. പിറ്റേന്ന് രാവിലെ തന്റെ വീടിന്റെ ഡോറ് തുറക്കുന്ന എങ്ങ് കാണുന്നത് കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മാനേജർ ലിയയെയും അവളുടെ അസിസ്റ്റന്റിനെയുമാണ്. അവളെന്തായാലും സിയോളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് പുസ്തകം എഴുതാൻ വേണ്ടി ഒരു സഹായത്തിനാണ് അവളുടെ അസിസ്റ്റന്റിനെ അവിടെ നിർത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അതാവുമ്പോൾ എങ്ങ് ചെയ്യുന്ന കാര്യങ്ങളുടെയെല്ലാം ലൈവ് അപ്ഡേറ്റ്സും അയാൾക്ക് കിട്ടുമല്ലോ. മാനേജർ ലീ കുറെ പ്രാരാബ്ദങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും എങ്ങ് അതൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ ആരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട, ഇവിടെ താമസിക്കാൻ വേണ്ടി വേറൊരാൾ വരുന്നുണ്ട് എന്നാണ് എങ്ങ അയാളോട് പറയുന്നത്. ഇത് കേൾക്കുന്ന മാനേജർ ലീ അത്ഭുതപ്പെട്ടുകൊണ്ട് അതാരാണെന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും പറയാതെ ചിരിക്കുവാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിലെ മോർണിംഗ് ഡാൻസിനിടയിൽ യൂറി ഇടയ്ക്കിടെ ടേയെ നോക്കുന്നത് അവിടുത്തെ ഒരു പേഷ്യൻ്റ് കാണുന്നുണ്ട്. ഡാൻസിന് ശേഷം അവർ ടേയെ വിളിച്ച് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുവാണ്.
നിനക്കെത്ര വയസ്സായി, അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു, ഗേൾഫ്രണ്ടൊക്കെ ഉണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ അവൻ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ആ നേഴ്സ് പെണ്ണിന് നിന്റെ മേലൊരു കണ്ണുണ്ട് എന്നവർ പറയുമ്പോൾ ടീ അത് ശരിക്ക് കേൾക്കുന്നില്ല. നിങ്ങളെന്താ ഉദ്ദേശിച്ചേ എന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവർ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാതെ അവരുടെ മകളെ ടേക്ക് വേണ്ടി ആലോചിക്കുവാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ആലോചിക്കാം, എനിക്കിപ്പോൾ ജോലിക്ക് കയറാൻ സമയമായി എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്നും തടി തപ്പുവാണ്. ടേയുടെ ചേട്ടൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ യങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവള് ചേട്ടനോട് ചേട്ടൻ എൻ്റെ കൂടെ അടിച്ചു പൊളിക്കാൻ വരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് മാറിയാൽ ഹോസ്പിറ്റലിൻ്റെ ടെറസിൽ നിൽക്കുവാണ് ടേയും യൂറിയും. ആ പേഷ്യൻ്റ് പറഞ്ഞതിൽ നിന്നും യൂറിക്ക് അവനെ ഇഷ്ടമാണെന്ന് ടേക്ക് മനസ്സിലായിട്ടുണ്ടാകും. നീ ചുമ്മാ എൻ്റെ പുറകെ നടന്ന് സമയം കളയണ്ട, പ്രണയമൊന്നും എനിക്ക് പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് അവൻ അവളെ റിജക്റ്റ് ചെയ്യുവാണ്. ഇത് കേൾക്കുന്ന യൂറിക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് നീ എന്നെ കാണുമ്പോൾ അവോയ്ഡ് ചെയ്യരുത്, എൻ്റെ വീട്ടിൽ നിന്നും മാറി താമസിക്കരുതെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും ടേ ഒന്നും മിണ്ടുന്നില്ല. ചേട്ടനെയും കൊണ്ട് യങ് അവളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അതേസമയം ടേ ആകട്ടെ ചേട്ടനെ ഹോസ്പിറ്റൽ മൊത്തം തിരയുവാണ്. ഇത് കാണുന്ന അവിടുത്തെ 2 നേഴ്സുമാർ നീ നിന്റെ ചേട്ടനെയാണ് അന്വേഷിക്കുന്നത്, അവൻ യങ്ങിൻ്റെ കൂടെ പോയല്ലോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ടേ ആകെ അസ്വസ്ഥനാവുന്നുണ്ട്. കാരണം അവൻ അവളോട് ചേട്ടൻ്റെ അടുത്ത് നിന്നും മാറി നിൽക്കാൻ പറഞ്ഞതായിരുന്നല്ലോ. യങ്ങിൻ്റെ വീട് കാണുന്ന ടേയുടെ ചേട്ടന് അതൊരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ചേട്ടൻ ഇവിടെ താമസിക്കണോ എന്നവൾ ചോദിക്കുമ്പോൾ ചേട്ടൻ അവളോട് വേണമെന്ന് പറയുവാണ്. ഇത് കേൾക്കുന്നതും യങ് ചേട്ടൻ ഒരു ഡോക്യുമെൻ്റ് നീട്ടുവാണ്. അതിലൊരു സൈൻ ഇടുവാണെങ്കിൽ ചേട്ടൻ ഇഷ്ടമുള്ളിടത്തോളം കാലം ഇവിടെ നിൽക്കാമെന്ന് അവൾ പറയുമ്പോൾ ചേട്ടൻ അതിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേസമയം ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തലക്ക് കൈയും കൊടുത്തിരിക്കുവാണ് ടേ. അവസാനം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൻ യങ്ങിന് ഫോൺ ചെയ്യുവാണ്. ചേട്ടനെപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടാകും. എൻ്റെ ചേട്ടൻ എവിടെ എന്നവൻ ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെയുണ്ട്, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ വന്ന് കൂട്ടിക്കൊണ്ടു പോക്കോ എന്നവൾ പറയുമ്പോൾ നീ എവിടെയാ ഉള്ളതെന്ന് ടേ അവളോട് ചോദിക്കുന്നുണ്ട്. അതിനവൾ ഞങ്ങൾ ആ ശപിക്കപ്പെട്ട കൊട്ടാരത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അവൻ ശരി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുവാണ്. ഇത് കേൾക്കുന്ന യങ് ചിരിച്ചുകൊണ്ട് അതെവിടെയാണെന്ന് നിനക്കതിനെ അറിയാമോ എന്നവനോട് ചോദിക്കുമ്പോൾ എനിക്കറിയാമെന്നവൻ പറയുന്നത് കേട്ട് അവളൊന്ന് ഷോക്കാവുന്നുണ്ട്. കാരണം യങ്ങിനെ ടേയെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിലും ടേക്ക് ഇപ്പോഴും എങ്ങാനാണെന്ന് അറിയില്ലായിരുന്നല്ലോ. എന്നാൽ ഇവൻ ഈ പറയുന്നത് കേൾക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവനെല്ലാം ആദ്യമേ തന്നെ അറിയാമായിരുന്നു. പക്ഷെ അവൻ അതിനെക്കുറിച്ച് അവളോടൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. നിനക്കെങ്ങനെ ആ സ്ഥലം അറിയാമെന്ന് അവൾ ചോദിക്കുമ്പോൾ നീ എന്നെ രക്ഷിച്ച ദിവസം, ഞാൻ നിന്റെ അടുത്ത് നിന്നും ഓടിയൊടിച്ച ആ ദിവസം, അന്ന് ഞാൻ അവിടേക്ക് വന്നിട്ടുണ്ടെന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോൾ എങ്ങനെ മനസ്സിലാവുന്നുണ്ട് അവനെല്ലാം അറിയാമെന്ന്. അപ്പം നിനക്കെല്ലാം അറിയാമായിരുന്നല്ലേ എന്നവൾ ചോദിക്കുമ്പോൾ അവൻ അതിനൊന്നും മറുപടി പറയാതെ അവിടെ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. ആ സമയത്ത് യങ് അവളുടെ പഴയ കാലം ആലോചിക്കുവാണ്. അവളുടെ അമ്മ നീ മറ്റുള്ളവരെ പോലെയല്ല, അവരിൽ നിന്നെല്ലാം സ്പെഷ്യലാണ്, ഡിഫറെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അവളെ കൊട്ടാരം വിട്ട് അധികം പുറത്തിറങ്ങാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു തടവറയിൽ കിടക്കുന്നത് പോലെയായിരുന്നു അവൾക്കപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഏതെങ്കിലും ഒരു രാജകുമാരൻ വന്ന് അവളെ അവിടെ നിന്ന് രക്ഷിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു. ഓരോ ദിവസവും അങ്ങനെ ഒരു രാജകുമാരനെ കാത്തായിരുന്നു യങ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം അവളുടെ ആ സ്വപ്നം സഫലമായതുപോലെ ഒരു രാജകുമാരൻ അവളെ തേടിയെത്തുവാണ്. അത് ടേ ആയിരുന്നു. അവരെ കാണുന്നതും യങ് അവൻ്റെ അടുത്തേക്ക് ഓടുന്നുണ്ടെങ്കിലും അവളുടെ അമ്മ അത് കാണുന്നുണ്ട്. പുറത്തെത്തിയ യങ് അവൻ്റെ കയ്യിലുള്ള പൂക്കൾ വാങ്ങി അത് നിലത്തിട്ട് ചവിട്ടി അവനോട് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറയുവാണ്. ഇത് കേൾക്കുന്ന ടേ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. അവിടെ നിന്ന് മാറിയാൽ പ്രസന്റിൽ ടേ ആ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ അന്നത്തെ അതേപോലെ യങ് അവളുടെ ബാൽക്കണിയിൽ അവിടെയും കാത്തു നിൽക്കുന്നതാണ് അവൻ കാണുന്നത്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുവാണ്.